നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോവ്. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ നവീകരണം കൂടുതൽ കാര്യക്ഷമമാക്കും മന്ത്രി എം പി രാജേഷ്. കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും കിലയും സംയുക്തമായി ജനപ്രതിനിധികൾക്കായി ചലച്ചിത്ര ശില്പശാല സംഘടിപ്പിച്ചു. പ്രകൃതി ദുരന്തങ്ങളുടെ പ്രതിരോധം കിലയും സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ വകുപ്പും സംയുക്തമായി മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും കനത്ത വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നവീന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ഡിജിറ്റൽ നവീകരണം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. നവീകരിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് വെബ്സൈറ്റിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അഴിമതിരഹിത തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യത്തിനായി അഴിമതിക്കെതിരെ പരാതി നൽകാനുള്ള വാട്സ്ആപ്പ് നമ്പർ 8078066060 പ്രഖ്യാപിച്ചു. വകുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിലും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിന്റെ ഭാഗമായാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ, മിഷനുകൾ, ഏജൻസികൾ, പദ്ധതികൾ തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി വെബ്സൈറ്റ് നവീകരണവും അഴിമതി റിപ്പോർട്ട് ചെയ്യാനുള്ള പൊതു വാട്സ്ആപ്പ് നമ്പറും നടപ്പിലാക്കിയിട്ടുള്ളത്. രാജ്യത്ത് ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായി ഓൺലൈനാക്കി മാറ്റുന്ന സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. ഏപ്രിൽ 10 മുതൽ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ത്രിതല പഞ്ചായത്തുകളിലും സോഫ്റ്റ്വെയർ വിന്യസിക്കും. പൊതു വാട്സ്ആപ്പ് നമ്പറായ 8078066060 ലഭിക്കുന്ന പരാതികൾ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന തലത്തിൽ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പ്രത്യേക സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ സെക്രട്ടറി ടി.വി. അനുപമ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, കുടുംബശ്രീ ഡയറക്ടർ എച്ച് ദിനേശൻ, ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു.വി. ജോസ്, അർബൻ ഡയറക്ടർ സൂരജ് ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഡിവൈഎസ്പി, ACP ഓഫീസുകളിൽ ആരംഭിക്കുന്ന കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഉദ്ഘാടനം. വിവിധ ആവശ്യങ്ങൾക്കായി ഡിവൈഎസ്പി, ACP ഓഫീസുകളിലെ പരിധിയിലെ സ്റ്റേഷനുകളിൽ എത്തുന്നവർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കലാണ് സ്നേഹിത സെന്ററുകളുടെ പ്രവർത്തനം. അടിയന്തര മാനസിക പിന്തുണയും സഹായവും ആവശ്യമുള്ളവർക്ക് കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർമാരെ ചുമതലപ്പെടുത്തി വേണ്ട സേവനം നൽകലാണ് ലക്ഷ്യം. ആഭ്യന്തര വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസമാണ് എക്സ്റ്റൻഷൻ സെന്ററുകൾ പ്രവർത്തിക്കുക. വനിതാ ശിശു സൗഹൃദ കൗൺസിലിംഗ് റൂം, ശുചിമുറി, കുടിവെള്ളം, കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ എന്നിവയും ഇവിടെ ഉണ്ടായിരിക്കും. ആവശ്യമായ കേസുകളിൽ കുടുംബശ്രീ സംവിധാനമോ ആവശ്യമായ സർക്കാർ സംവിധാനങ്ങളോ ഉപയോഗിച്ച് പുനരധിവാസം നൽകും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും കിലയും സംയുക്തമായി ജനപ്രതിനിധികൾക്കായി ചലച്ചിത്ര ശില്പശാല സംഘടിപ്പിച്ചു. കൊട്ടാരക്കരയിലെ കില ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്ററിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിജു ഖാൻ, കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ ഉണ്ണികൃഷ്ണ മേനോൻ, കില CHRD സെന്റർ ഡയറക്ടർ വി. സുദേശൻ, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി. അജോയ്, ക്യാമ്പ് ഡയറക്ടർ ഷെറി ഗോവിന്ദൻ, വിവിധ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ ജില്ലകളിലെ തദ്ദേശ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 90ഓളം പേരായിരുന്നു ക്യാമ്പിൽ പങ്കെടുത്തത്. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയുടെ സാംസ്കാരിക സംരംഭമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഈ മാസം മാർച്ച് 13 മുതൽ 15 വരെയായിരുന്നു തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ശില്പശാല. ശില്പശാലയുടെ ഭാഗമായി ജനാധിപത്യ മൂല്യങ്ങൾ, ലിംഗസമത്വം, ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഊന്നിയ സിനിമകളുടെയും ഡോക്യുമെന്ററികളുടെയും പ്രദർശനവും സംവാദവും നടന്നു. സംവിധായകനും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവുമായ ഷെറി ഗോവിന്ദനായിരുന്നു ക്യാമ്പ് ഡയറക്ടർ. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിലയും സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ വകുപ്പും സംയുക്തമായി മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിലെ പാണ്ടനാട് പഞ്ചായത്തിൽ നടത്തിയ വെള്ളപ്പൊക്ക മോക്ക് ഡ്രില്ലിന് ചെങ്ങന്നൂർ ഡിവൈഎസ്പി MK ബിനുകുമാർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ പ്രയാർ ഭാഗത്താണ് മോക്ക് ഡ്രിൽ നടന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദുരന്ത തയ്യാറെടുപ്പും കാര്യശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി പമ്പ നദീതട ജില്ലകളിൽ റീബിൽഡ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട്സ് പദ്ധതിയുടെ ഭാഗമായാണ് മോക്ക് ഡ്രില്ലുകൾ നടത്തിയത്. ജില്ലയിലെ ചെറിയനാട്, വെൺമണി, മുളക്കുഴ, ആല, പുലിയൂർ, ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി, പാണ്ടനാട്, തിരുവൻവണ്ടൂർ, ബുധനൂർ, മാന്നാർ, ചെന്നിത്തല, തൃപ്പെരുന്തുറ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പരിശീലനം. ഉരുൾപൊട്ടൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കോട്ടയം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകൾക്കായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മുണ്ടക്കയം, പാറത്തോട്, കൂട്ടിക്കൽ, കോരിത്തോട്, എരുമേലി, കാഞ്ഞിരപ്പള്ളി, മണിമല, ചിറക്കടവ് പഞ്ചായത്തുകൾക്കാണ് പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ പുളിക്കൽ നഗറിൽ മോക്ക് ഡ്രിൽ നടത്തിയത്. പോലീസ്, അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, KSEB, ജലവകുപ്പ്, പൊതുവിതരണ വിഭാഗം തുടങ്ങി വിവിധ വകുപ്പുകൾ മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും കനത്ത വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട്. രാജ്യത്തെ തന്നെ സമാനതകളില്ലാത്ത ഭവന പദ്ധതിയായി ലൈഫ് മിഷൻ മാറിയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്.
തൃശൂർ ജില്ലയിലെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സെലക്സ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ലൈഫ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും വീടുകൾ നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 4,32,159 പേർക്കുള്ള വീട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 1,11,950 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ആകെ 5,44,959 വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇതുവരെ അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ ജില്ലയിൽ ലൈഫ് ഭവന പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. ജില്ലയിലെ ലൈഫിൽ വീട് കൊടുക്കാൻ ഇതുവരെ ചെലവഴിച്ചത് 1,301 കോടി 39 ലക്ഷം രൂപയാണ്. 1,102 കോടി സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടേതും കേന്ദ്രത്തിന്റെ വിഹിതം 199 കോടി 18,74,000 രൂപയുമാണ്. ജില്ലയിൽ ഭൂമിയുള്ള ഭവനരഹിതരിൽ അർഹരായ പട്ടികജാതി, പട്ടികവർഗ, മത്സ്യത്തൊഴിലാളി, അതിദരിദ്ര വിഭാഗത്തിലെ എല്ലാവർക്കും വീട് കൊടുത്തു കഴിഞ്ഞു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 200ഓളം ഭവനരഹിതർക്കാണ് വീടുകൾ നൽകിയത്. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സെലക്സ് ഗ്രൂപ്പ് ഗ്ലോബൽ CFO PU ഷിഹാബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2025 വർഷത്തെ സമം സാംസ്കാരിക അവാർഡുകൾ പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചു. സാംസ്കാരിക വകുപ്പിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമം സാംസ്കാരികോത്സവത്തിന്റെ 4ാം പതിപ്പായാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. വികസനത്തെ ജനകീയപ്പെടുത്തൽ, ഗ്രാമപഞ്ചായത്ത് ഭരണത്തിന്റെ പുതിയ മാതൃക സൃഷ്ടിക്കൽ, ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കൽ എന്നിവയ്ക്ക് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB പ്രമീളയ്ക്ക് സമം 2025 വനിതാരത്ന പുരസ്കാരം നൽകും. സമം 2025 വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായ മറ്റ് വനിതകളിൽ രാജ്യത്തെ ആദ്യത്തെ വനിതാ ഫുട്ബോൾ വീഡിയോ അനലിസ്റ്റായ M. അഞ്ജിത, ഫാഷൻ ഡിസൈനിങ്ങിലുള്ള ശ്രദ്ധേയമായ സംഭാവനകൾ പരിഗണിച്ച് വനിതാ സംരംഭകയായ ആയിഷ റൂബി, സിനിമയിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് മാതൃകയായ സംവിധായിക ഫർസാന ബിനി, ഫെൻസിംഗ് കായിക താരം ഡോണ മരിയ ടോം, എഴുത്തുകാരിയായ ഡോക്ടർ റുഖ്യ മുഹമ്മദ് കുഞ്ഞി എന്നിവരും ഉൾപ്പെടുന്നു. കൂടാതെ കാസർഗോഡ് വുമൺസ് ഫുട്ബോൾ ക്ലിനിക്കിനും വനിതാരത്ന പുരസ്കാരം നൽകും. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്റർ രൂപീകരണ ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തദ്ദേശ സ്ഥാപനം ഒരു ആശയം പദ്ധതിയുടെ ഭാഗമായി KDISCും കിലയും ചേർന്ന് നടത്തുന്ന ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്റർ പദ്ധതിയിലേക്ക് കാഞ്ഞങ്ങാട് ബ്ലോക്കിനെ തിരഞ്ഞെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ MK. വിജയൻ അധ്യക്ഷനായി. സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട 19 ബ്ലോക്കുകളിലായാണ് സംയുക്തമായി ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകൾ സംഘടിപ്പിക്കുക. ബ്ലോക്ക് കേന്ദ്രീകരിച്ച സർക്കാർ സംവിധാനം, അക്കാദമിക് സ്ഥാപനങ്ങൾ, വ്യവസായ സംരംഭങ്ങൾ, പൊതുസമൂഹം എന്നിങ്ങനെ മേഖലകളിൽ സങ്കീർണമായ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമഗ്രമായ ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനാണ് ഈ ആശയം നടപ്പിലാക്കുന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പരിധിയിലെ മടിക്കൈ, അജാനൂർ, പള്ളിക്കര, ഉദുമ, പുല്ലൂർ, പെരിയ പഞ്ചായത്തുകളിൽ ക്ലസ്റ്ററുകൾ നിലവിൽ വരും. വിവിധ സ്ഥാപനങ്ങളിലെ വിദഗ്ധർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. KDISC റീജിയണൽ കൺസൾട്ടന്റ് K. സുഭാഷ് ചന്ദ്രൻ ക്ലാസ് എടുത്തു. അജാനൂർ പഞ്ചായത്തിലെ ശില്പശാല പ്രസിഡന്റ് T. ശോഭ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K. സബീഷ് അധ്യക്ഷനായി. 1902-24 കാലഘട്ടത്തിൽ മൂന്നാറിൽ ഉണ്ടായിരുന്ന തീവണ്ടിയുടെ സ്റ്റീൽ ലോക്കോമോട്ടീവ് എഞ്ചിൻ മാതൃകയിൽ കഫേയും ആധുനിക കാലത്തെ തീവണ്ടി ഭോഗിയുടെ മാതൃകയിൽ ടോയ്ലറ്റ് കോംപ്ലക്സും ഒരുക്കി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത്. കരടിപ്പാറ വ്യൂ പോയിന്റിലാണ് വ്യത്യസ്തമായൊരു ടേക്ക് എ ബ്രേക്ക് ആൻഡ് വാച്ച് ടവർ ഒരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം ചിൽഡ്രൻസ് പാർക്ക്, ടോയ്ലറ്റ് കോംപ്ലക്സ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. പള്ളിവാസൽ പഞ്ചായത്തും ശുചിത്വ മിഷനും സംയുക്തമായി 45 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് തീവണ്ടിയുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് വിശ്രമ കേന്ദ്രം പണിഞ്ഞിരിക്കുന്നത്. 2025-26 വർഷത്തെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് CG സജീഷ് അവതരിപ്പിച്ചു. 26.46 കോടി രൂപ വരവും 24.53 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 1.92 കോടി നീക്കിയിരിപ്പാണ് കണക്കാക്കുന്നത്. ഭൂപ്രകൃതിക്ക് അനുസൃതമായ നെൽകൃഷി, മറ്റു കാർഷിക വിളകൾ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം ഉൾപ്പെടെയുള്ള ഉൽപ്പാദന മേഖല, ദാരിദ്ര്യ ലഘൂകരണം, ലൈഫ് പദ്ധതി, വിദ്യാഭ്യാസ മേഖല, റോഡ് വികസനം, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, ആരോഗ്യ പരിപാടികൾ, വയോജനക്ഷേമ പ്രവർത്തനങ്ങൾ, ശുചിത്വം, മാലിന്യപരിപാലന പ്രവർത്തനങ്ങൾ, വനിതാ വികസനം, പട്ടികജാതി ക്ഷേമം എന്നിവയ്ക്കായി പ്രത്യേകം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹരിദാസ് ബാബു, PA ജോസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സഹദേവൻ, ജെൻസൺ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായി LP സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് മുറികൾ ഒരുക്കി പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത്. നോമ്പിഴി സർക്കാർ LP സ്കൂളിലാണ് സംവേദനാത്മക പാനൽ ബോർഡുകൾ സ്ഥാപിച്ചത്. ആധുനികവൽക്കരിച്ച സ്മാർട്ട് ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ നിർവഹിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ 4 LP സ്കൂളുകളിലാണ് സ്മാർട്ട് ക്ലാസുകൾ ഒരുക്കിയത്. ഇമേജുകൾ, ഗ്രാഫുകൾ, ഫ്ലോ ചാർട്ടുകൾ, വീഡിയോകൾ തുടങ്ങിയ സ്മാർട്ട് ടെക്നോളജി ഘടകങ്ങൾ ഉപയോഗിച്ചുള്ള വിഷ്വൽ ലേണിംഗ് സാധ്യതയും ഒരുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ പുരോഗതിക്കായി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ഒരുക്കാനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നതെന്ന് പ്രസിഡന്റ് S. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ ആനക്കയം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK. റഫീഖ ഉദ്ഘാടനം ചെയ്തു.
കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി തുടങ്ങിയ സെന്ററിൽ 34 കുട്ടികളുണ്ട്. പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൽ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സജ്ജമാണ്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡാവട്ട് ചന്ദ്രൻ അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലയിലെ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സ്പോർട്സ് ക്ലബ്ബുകൾക്ക് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 ലക്ഷം രൂപയുടെ കായിക ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ക്യാരംസ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ, ക്രിക്കറ്റ് തുടങ്ങിയ കളി ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കിറ്റാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിലിന്റെയും വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിമിന്റെയും നേതൃത്വത്തിലാണ് വിതരണം നടന്നത്. പാലക്കാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം സംബന്ധിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ യോഗം ചേർന്നു. പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി മഴക്കാല പൂർവ്വ ശുചീകരണം അടിയന്തരമായി തുടങ്ങണമെന്നും വേനൽ പ്രതിരോധം ഉറപ്പാക്കണമെന്നും 30-നകം മാലിന്യമുക്ത പ്രഖ്യാപനം നടത്താനുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കണമെന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക യോഗത്തിൽ ആവശ്യപ്പെട്ടു. മഴക്കാല പൂർവ്വ ശുചീകരണം, ഉഷ്ണതരംഗം, മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം പറളി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഹാളിൽ ചേർന്നത്. ജനകീയ പങ്കാളിത്തത്തോടെ വഴിയോരങ്ങളിലെ മാലിന്യക്കൂനകൾ നീക്കം ചെയ്യുന്നതിന് 19-നകം മാസ് ക്ലീനിംഗ് ഡ്രൈവ് നടത്തണമെന്ന് നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ MK ഉഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർമാർ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എന്നിവരും പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ നടത്തിയത് 2062 പരിശോധനകൾ. പിഴ ചുമത്തിയത് 43.48 ലക്ഷം രൂപ. 2024 ഏപ്രിൽ മുതൽ ഇതുവരെ ജില്ലയിലെ വിവിധ മാലിന്യ സംസ്കരണ നിയമ ലംഘനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്ക്വാഡുകൾ 43,48,329 രൂപ പിഴ ചുമത്തി നോട്ടീസ് നൽകുകയും 19,37,372 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. ജില്ലയിൽ ഈ കാലയളവിൽ 2062 പരിശോധനകളാണ് നടത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുമെന്ന് LSGD ജില്ലാ ജോയിന്റ് ഡയറക്ടർ ശ്രീകുമാർ പറഞ്ഞു. മാർച്ച് 30-നുള്ളിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും ജില്ലാ തലത്തിലും ഇന്റേണൽ വിജിലൻസ് ഓഫീസർ തലത്തിലും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിലുടനീളം ഈ സ്ക്വാഡുകൾ സർക്കാർ സ്ഥാപനങ്ങൾ, വ്യവസായശാലകൾ, ആശുപത്രികൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ അടക്കം പരിശോധനകൾ നടത്തിവരികയാണ്. കരിയിലടക്കമുള്ള പാഴ്വസ്തുക്കൾ കത്തിക്കുന്നതും സ്ഥാപനങ്ങളും വീടും പരിസരവും വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്നതും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും കൈവശം വയ്ക്കുന്നതും ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതും കണ്ടെത്തിയാൽ പിഴ ചുമത്തും. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ചെറുകുന്ന് സൗത്ത് LP സ്കൂളിൽ നടന്ന പരിപാടിയിൽ M വിജിൻ MLA അധ്യക്ഷനായി. 66 അതിദാരിദ്ര്യ കുടുംബങ്ങളെ ജനകീയ പങ്കാളിത്തത്തോടെ കണ്ടെത്തുകയും ആവശ്യമായ സൂക്ഷ്മ പദ്ധതികൾ തയ്യാറാക്കി അതിജീവന പാക്കേജുകൾ നടപ്പിലാക്കിയുമാണ് പഞ്ചായത്ത് നേട്ടം കൈവരിച്ചത്. പരിപാടിയിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രതി സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ബാബുരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് M ഗണേശൻ, വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം ജില്ലയിലെ ഏലൂർ നഗരസഭയെ വയോജന സൗഹൃദ നഗരസഭയായി മന്ത്രി P രാജീവ് പ്രഖ്യാപിച്ചു. ഏലൂരിൽ വയോജനോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും സമാപന സമ്മേളന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ AD സുജിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ജയശ്രീ സതീഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, ബയോമിത്രം കോർഡിനേറ്റർ ശ്രുതി എന്നിവർ പങ്കെടുത്തു. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതി വിദ്യാകരണ മിഷന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്നും 3.9 കോടി രൂപ ചെലവഴിച്ചാണ് തൃത്താല മണ്ഡലത്തിൽ വിദ്യാലയങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. അതിൽ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയം ഉൾപ്പെടെ 6 വിദ്യാലയങ്ങൾക്കാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത്. 13,928.39 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ 3 നിലകളിലായി ആധുനിക സൗകര്യങ്ങളോടെയാണ് ആനക്കര സ്കൂൾ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് അധ്യക്ഷനായി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം VP ഷാനിബ, ആനക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് അംഗങ്ങൾ, PTA ഭാരവാഹികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് പ്രവർത്തനങ്ങൾ കാണാം. കുട്ടികളിൽ ശുചിത്വശീലങ്ങൾ വളർത്തുന്നതിനായി കാസർഗോഡ് ജില്ലാ ശുചിത്വ മിഷന്റെ പിന്തുണയോടുകൂടി ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കളക്ടേഴ്സ് അറ്റ് സ്കൂൾ. ടൗണുകളിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി ബ്ലോക്ക് പരിധിയിലെ പ്രധാന സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയും ഇവയിൽ നിറയുന്ന ബോട്ടിലുകൾ ഹരിതകർമ്മസേന വഴി ശേഖരിക്കുകയും ചെയ്യുന്നു. ചെറുപ്പകാലം മുതൽ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശിശുക്കളിൽ ശീലം വളർത്തിയെടുക്കുന്നതിന് പിന്തുണ നൽകുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ശിശു സൗഹൃദ ടോയ്ലറ്റുകൾ.
ബ്ലോക്ക് പരിധിയിലെ 4 അംഗൻവാടികളിൽ ശിശു സൗഹൃദ ടോയ്ലറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥിനികളുടെ ശുചിത്വ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ. ഇവ വിദ്യാർത്ഥിനികൾക്ക് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യുന്നു. കൂടുതൽ വനിതകൾ തൊഴിലെടുക്കുന്ന ഒരിടമാണ് ഖാദി കേന്ദ്രങ്ങൾ. എന്നാൽ അവർക്ക് നിലവിൽ ശുചിത്വ സൗകര്യങ്ങളുടെ അപര്യാപ്തത വളരെയധികമാണ്. തന്മൂലം ശുചിത്വ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് പരിഹരിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ പ്രധാന ഇടപെടലാണ് വനിതാ ശുചിത്വ സമുച്ചയങ്ങളുടെ നിർമ്മാണം. 50 തൊഴിലാളികളധികം പണിയെടുക്കുന്ന സ്ഥലമാണ് ഇത് ഉണ്ടായിനി. നമുക്ക് ആകെ ഒരു ബാത്റൂമേ ഉണ്ടായിരുന്നു. ഇത് കിട്ടിയത് വലിയ ഉപകാരമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലെ വനിതാ ജീവനക്കാർക്കും വനിതാ ജനപ്രതിനിധികൾക്കും പദ്ധതി പ്രകാരം സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ശേഖരിക്കപ്പെടുന്ന അജൈവ മാലിന്യങ്ങൾ ബ്ലോക്ക് തലത്തിൽ കളക്ട് ചെയ്യുന്നതിനും അവ പുനരുപയോഗത്തിന് പ്രാപ്തമാക്കി തീർക്കുന്നതിനുമായി 2 ഗ്രാമപഞ്ചായത്തുകളിൽ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്ററുകൾ ആരംഭിക്കുന്നതിനായി അവയുടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. കൊല്ലം ജില്ലയിലെ ശൂരനാട് സൗത്ത് പഞ്ചായത്തിന്റെ ചൈൽഡ് ഫ്രണ്ട്ലി പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിവരുന്ന വ്യത്യസ്തവും അതിനൂതനവുമായിട്ടുള്ള പ്രോജക്റ്റുകളുടെ ഒരു ഹ്രസ്വ വീഡിയോ ആണിത്. ഏവരുടെയും ശ്രദ്ധയ്ക്കായി വളരെ ആദരവോടെ ഈ വീഡിയോ സമർപ്പിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് അതിനൂതനങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി 1ാം ക്ലാസ് 1ാം തരം എന്നൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരുന്നു. അതുപോലെ തന്നെ ശിശു സൗഹൃദ ടോയ്ലറ്റ്, ഭിന്നശേഷി ടോയ്ലറ്റ്, തുമ്പോർ മൊഴി എന്നീ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കി വരുന്നു. മറ്റുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ MGNRGS പദ്ധതി വഴി അംഗൻവാടി കെട്ടിടങ്ങളും സ്കൂളുകൾക്ക് ചുറ്റുമതിലുകളും പാചകപ്പുരകളും ഏറ്റവും കൂടുതൽ നിർമ്മിച്ചിരിക്കുന്നത് നമ്മളുടെ പഞ്ചായത്തിലാണ്. എല്ലാ സ്കൂളുകളിലും നമ്മൾ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കി വരുന്നു. അതുപോലെ തന്നെ സ്കൂളുകളിലെല്ലാം പാചകപ്പുര, ഡൈനിങ് റൂം, അതിനു വേണ്ടുന്ന ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വായനാ ചങ്ങാത്തം എന്ന പദ്ധതി, വായനാ മൂല പുസ്തകങ്ങളും ടേബിളുകളും നമ്മൾ എല്ലാ സ്കൂളുകളിലേക്കും കൊടുക്കുന്നു. അതുപോലെ LSS പരിശീലനം, വിദഗ്ധരെ വെച്ചിട്ടുള്ള പരിശീലന പരിപാടികൾ, കുട്ടികളുടെ സ്വഭാവ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ, മലയാള തിളക്കം, ശ്രദ്ധ, ഹലോ ഇംഗ്ലീഷ്, ഗണിത വിദ്യാലയം എന്നിവയും നമ്മൾ നടത്തി വരുന്നു. കുട്ടികൾക്കെല്ലാം ആഹാരം കഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, ചൂടുവെള്ളം കുടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കെറ്റിലുകൾ, അതുപോലെ തന്നെ ചുറ്റുമതിലുകൾ, ആർച്ചുകൾ എന്നിവയും നമ്മൾ നടപ്പിലാക്കി വരുന്നു. അതുപോലെ SSA വിഹിതം, MLA ഫണ്ട് എന്നിവ ഉപയോഗിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ, നമ്മുടെ സ്കൂൾ മെയിൻ്റനൻസ് പദ്ധതികൾ, സ്കൂളുകളിൽ ആർട്ട് പെയിന്റിങ്, വാട്ടർ കണക്ഷനുകൾ എന്നീ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കി വരുന്നു. അടുത്തതായി നമുക്ക് സംസാരിക്കാം.
പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിക സിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത്. എൻ്റെ പേര് രാജിക, പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നമ്മൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ 2002 കുടുംബശ്രീ പ്രസ്ഥാനം രൂപീകരിച്ചത്. അതിനുശേഷം 25 വർഷം തികയുമ്പോൾ നമ്മൾ അതിലൂടെ ദാരിദ്ര്യം ലഘൂകരിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ നമ്മളവിടെ സംരംഭങ്ങളായിട്ടും പ്രാദേശിക വികസനമായിട്ടൊക്കെ നമ്മൾ ദാരിദ്ര്യം ലഘൂകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിദാരിദ്ര്യ പദ്ധതി തന്നെ ഏറ്റവും കുറവുള്ളൊരു പഞ്ചായത്താണ്, 19 പേരാണുള്ളത്. ഈ മാസം നമ്മൾ അതിദാരിദ്ര്യമില്ലാത്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ പോവുക. അവിടുത്തെ മൈക്രോ പ്ലാന്, ആ ഒരു കുടുംബങ്ങളിലെ മൈക്രോ പ്ലാൻ പദ്ധതികളെല്ലാം 100% പൂർത്തീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ പ്രാദേശിക വികസനത്തിലൂടെ നമ്മൾ ഉൽപ്പാദന മേഖലയിൽ, പിന്നെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പറയുമ്പോൾ ഒരുപാട് അവാർഡുകൾ 20 വർഷമായി തുടർച്ചയായി സ്വരാ ട്രോഫി കിട്ടിയൊരു പഞ്ചായത്താണ്. അപ്പോൾ 100% എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാറുണ്ട്. നികുതി അടക്കമുള്ള വിഭവ സമാഹരണം എല്ലാം 100% പൂർത്തീകരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഉൽപ്പാദന മേഖലയിൽ ഏറ്റവും കൂടുതൽ 40% പ്ലാൻ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് നമ്മുടെ കർഷകർക്ക് സമഗ്ര നെൽകൃഷി വികസനം എന്ന പദ്ധതിയിലൂടെ കർഷകർക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ് കൊടുത്ത് തരിശുരഹിത ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. നമ്മുടെ ഭാവി പ്രവർത്തനം എന്ന രീതിയിൽ തരിശുരഹിത പഞ്ചായത്താണ് ലക്ഷ്യം. അപ്പോൾ നമ്മൾ അവർക്ക് പിന്നെ ഒരു ബ്രാൻഡഡ് നെയിമൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള എക്കോ ഷോപ്പുകളൊക്കെ നടത്തി വരുന്നുണ്ട്. അങ്ങനെ സമസ്ത മേഖലയിലുള്ള, പിന്നെ നമ്മുടെ പട്ടികജാതി മേഖലയിലുള്ള എല്ലാ ഫണ്ടുകളും അവരുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യം, പണ്ട് നമ്മൾ ദാരിദ്ര്യം എന്ന് വിവക്ഷിച്ചിരുന്നത് ചിലപ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തതോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, കുടിവെള്ളമില്ലാത്തതോ വൈദ്യുതി ഇല്ലാത്തതോ. പക്ഷേ ഇപ്പോൾ ഉള്ള ദാരിദ്ര്യം പറഞ്ഞാൽ അതെല്ലാം 100% പൂർത്തീകരിച്ചു. ഇപ്പോൾ നമ്മളുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അടുത്ത വീട്ടിൽ കാറില്ലാത്തത് നമ്മുടെ വീട്ടിൽ കാറില്ല എന്നായിരിക്കും, അവിടെ AC ഉണ്ടെങ്കിൽ ഇവിടെ AC ഇല്ല എന്നുള്ള അത്തരമൊരു സാങ്കേതിക ലോകത്ത്, ആധുനിക ലോകത്തുള്ള ആധുനിക നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉള്ള ദാരിദ്ര്യമുള്ളൂ. അല്ലാതെ നമ്മുടെ അടിസ്ഥാനപരമായ ദാരിദ്ര്യമെല്ലാം നമ്മൾ തുടച്ചു നീക്കിയിട്ടുണ്ട്. അടുത്തതായി കാർഷിക മേഖലയിൽ എന്തെല്ലാം വികസനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? കാർഷിക മേഖലയിൽ നമ്മൾ സമഗ്ര നെൽകൃഷി വികസനം എന്ന പദ്ധതിയുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ ക്ഷീരമേഖലയിലുള്ള എല്ലാ ക്ഷീര കർഷകർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളും, ഇപ്പോൾ പുതിയൊരു പദ്ധതിയും കൂടിയാണ് ധാതു ലവണം മിശ്രിതം നൽകൽ. അപ്പോൾ പശു വളർത്തുന്ന എല്ലാ കുടുംബങ്ങൾക്കും 100% പശുക്കളെ സംരക്ഷിക്കാനുള്ള പോഷകാഹാര കിറ്റ് കൊടുക്കലാണ്. പിന്നെ നമ്മളുടെ പശു വളർത്താൻ താല്പര്യമുള്ളവരുടെ അവർക്ക് ക്ഷീരശ്രീ പശു വിതരണം നടത്തുന്നുണ്ട്. കൂടാതെ നമ്മുടെ പശു കിടാരികളെ മൃഗസംരക്ഷണ മേഖലയിൽ താല്പര്യമുള്ള എല്ലാ കുടുംബങ്ങൾക്കും അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ഗ്രാമസഭയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മുടെ സമഗ്ര പച്ചക്കറി, കാരണം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലമില്ലാത്ത കുടുംബങ്ങളിൽ അവർക്ക് ഗ്രോ ബാഗുകൾ നൽകിക്കൊണ്ടും പച്ചക്കറികളും, ഇപ്പോൾ പ്രിസിഷൻ ഫാമിംഗ് എന്ന പുതിയ ആധുനിക രീതിയിലുള്ള പച്ചക്കറി സംവിധാനത്തിലേക്കൊക്കെ നമ്മുടെ കുടുംബങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധമൊക്കെ പച്ചക്കറി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മളിപ്പോഴും തമിഴ്നാട്ടിലത്തെ പച്ചക്കറികൾ ഉപയോഗിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ ഒരു ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും പച്ചക്കറി ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ വീട്ടിലും ഒരു മൊബൈൽ പച്ചക്കറി യൂണിറ്റ്, അതായത് ഒരു 7 മണി മുതൽ രാവിലെ 7 മണി മുതൽ 8 മണിയുടെ ഉള്ളിൽ 1 മണിക്കൂർ എല്ലാ കുടുംബങ്ങൾക്കും മായമില്ലാത്ത പച്ചക്കറി കൊടുക്കുന്ന ഒരു ക്ലസ്റ്ററിൻ്റെ രൂപീകരണമാണ് ഇപ്പോൾ അടുത്തൊരു പദ്ധതി നമ്മൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ പക്ഷേ ഇതിനെല്ലാം ചെറിയൊരു വെല്ലുവിളി എന്ന രീതിയിൽ നമ്മുടെ വന്യമൃഗശല്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ പന്നിശല്യമാണ്. പന്നിശല്യം അല്ലെങ്കിൽ മയിലുണ്ടാവും. അപ്പോൾ ഈ പന്നിശല്യത്തിന് നമ്മൾ സോളാർ വേലി പദ്ധതി വെച്ചു 3 വർഷം. അപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് കർഷകർ നമ്മൾ നിലനിർത്തി പോകുന്നത്. പിന്നെ നമ്മൾ ജൈവ രീതിയിലുള്ള ഒരു കൃഷിയിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ ഒരു ജൈവ പ്രൊഡക്ഷൻ കമ്പനി തന്നെയുണ്ട്, നമ്മുടെ സുസ്ഥിര വികസന ഫുഡ് ഫോറസ്റ്റ് എന്നതിൽ. അപ്പോൾ അവരുടെ ഒരു നേതൃത്വത്തിൽ ഒരുപാട് പേര് ഫുഡ് ഫോറസ്റ്റ് എന്ന സങ്കല്പം എന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണ്. അപ്പോൾ നമ്മളെ ഗ്രാമപഞ്ചായത്തിനെ നേരിട്ടിട്ട് ഒരു VTB കോളേജിൽ 1 ഏക്കർ 20 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ 625 ഫുഡ് ഫോറസ്റ്റ് ചെടികൾ നട്ടിട്ടുണ്ട്. ജൈവ വൈവിധ്യ വകുപ്പിൻ്റെ സംയുക്തമായിട്ടൊരു പ്രോജക്റ്റാണ്.
അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് മായമില്ലാത്ത ഫ്രൂട്ട്സുകൾ കിട്ടും. അത് നമുക്ക് എല്ലാവർക്കും, മനുഷ്യന് മാത്രമല്ല നമ്മുടെ പ്രകൃതിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അത് ഉപകാരപ്പെടുകയാണ്. കാരണം ഇത്രയും ഫോറസ്റ്റ് വരുമ്പോൾ, ഇത്രയും ഫലവൃക്ഷ തൈകൾ വരുമ്പോൾ ഒരുപാട് എല്ലാവർക്കും അത് ജീവിക്കാനുള്ളൊരു ആവാസ വ്യവസ്ഥ നമ്മൾ സൃഷ്ടിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ മരങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രകൃതിയുടെ തന്നെ ആവാസ വ്യവസ്ഥ ചൂട് കുറയ്ക്കാനും, പിന്നെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് നമ്മൾ പദ്ധതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാർബൺ ലഘൂകരിക്കുന്ന, ഓക്സിജൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുകയാണ്. അങ്ങനെ ഓരോന്ന് ഊർജ്ജ ഓഡിറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ കാർബൺ കുറയ്ക്കാനുള്ള ഏറ്റവും കൂടുതൽ പദ്ധതികൾ വെച്ചിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക്. അടുത്തതായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? സ്ത്രീകളുടെയും കുട്ടികളും നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ വനിതാ ഘടക പദ്ധതി എല്ലാ പഞ്ചായത്തും 10% മാറ്റി വയ്ക്കാറ്. നമ്മളൊരു 15% മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഈ വനിതാ ഘടക പദ്ധതി പറയുമ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൽ നമ്മൾ ആട്, പശു, കോഴിയൊക്കെയാണ് വയ്ക്കാറ്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ നമ്മൾ വനിതകൾക്ക് മാത്രം, ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നമ്മുടെ ഗവൺമെൻറ് വിവ എന്ന പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മളവിടെ വിവയുടെ പ്രോജക്റ്റ് തുടങ്ങി. കളം വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കുള്ള വിവരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രോജക്റ്റ് ഏറ്റെടുത്തു. കാരണം എല്ലാ വാർഡുകളിലും ഇത് സർവേ നടത്തിക്കൊണ്ട് ഓരോ ക്യാമ്പുകൾ വെച്ചുകൊണ്ട് തൊഴിലുറപ്പിലും കുടുംബശ്രീയിലും അങ്ങനെ നമ്മൾ ക്യാമ്പുകൾ നടത്തി ഈ HB കുറവുള്ള ആളുകളെ കണ്ടെത്തി. കാരണം 9 താഴെയുള്ള HB കുറവുള്ള നമ്മുടെ വനിതകളെയും പെൺകുട്ടികളെയും കണ്ടെത്തിക്കൊണ്ട് അവർക്ക് പോഷകാഹാര വിതരണം നടത്തുന്നതാണ്. അതിനുശേഷം അവരുടെ HB നോക്കുമ്പോൾ അത് കൂടുന്നുണ്ട്. അപ്പം അങ്ങനെ അവരുടെ ഒരു ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വിവ എന്നുള്ള പ്രോജക്റ്റ് നമ്മൾ വെച്ചത്. പിന്നെ അവരുടെ ഒരു കലാകായിക സംഗമം, കാരണം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗ്രാമപഞ്ചായത്ത് കലാകായിക സംഗമത്തിന് പ്രോജക്റ്റ് വയ്ക്കുന്നത്. അങ്ങനെ അതിന് നമ്മൾ ഓരോ വാർഡിലും കലാകായിക സംഗമം ഒരു 200-ലധികം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ദിവസം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ദിവസം അവരായിട്ട് ജീവിക്കുകയാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനും കൊണ്ടാണ് ഓരോ സ്ത്രീയും ഓരോ കുടുംബങ്ങളിലും കഴിയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ദിവസം നമ്മൾ എല്ലാ ദിവസവും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് മാറ്റി വെക്കേണ്ടത്. പക്ഷെ നമ്മുടെ കുടുംബ പശ്ചാത്തലം, സാമൂഹ്യ പശ്ചാത്തലം ആയതുകൊണ്ട് നമുക്കതിന് പറ്റുന്നത്. പക്ഷേ ആ ഒരു കലാകായിക സംഗമത്തിലൂടെ ഒരുപാട് പേർക്ക്, കാരണം അവർ മാസത്തിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്യണം എന്നാണ് ഇപ്പം നിർദ്ദേശം വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ അത് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരു സന്തോഷവും ആ സമാധാനവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ പ്രോജക്റ്റിലൂടെ. അപ്പോൾ ഒക്കെ നമ്മൾ ഇങ്ങനത്തെ പിന്നെ ഇഫക്റ്റീവ് പാരൻറ്റിങ്, നമ്മുടെ ഇപ്പോൾ കുട്ടികൾ, ഇപ്പോൾ വരുന്ന കുട്ടികളാണ് ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മുടെ ഒരു പത്രം രാവിലെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുട്ടികൾ തമ്മിൽ വഴക്കടിച്ചിട്ട് കൊന്നു വീഴ്ത്തുകയും അങ്ങനെയുള്ള ഒരുപാട്, അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ അതിനൊരു ഇഫക്റ്റീവ് പാരൻറ്റിങ് എന്നൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ആദ്യം കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും 3 പേരെയും സംയുക്തമായിട്ടാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ ക്ലാസ്സുകളും അങ്ങനെ കുട്ടികൾക്കും, കാരണം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് പരസ്പരം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പരസ്പര ബഹുമാനവും, കാരണം അവരൊരു മനുഷ്യത്വമുള്ള കുട്ടികളായിട്ട് വളർന്നതിൽ നമ്മൾ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ പങ്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പദ്ധതികളാണ് അത്. നല്ല സക്സസ് ആണ്. കാരണം എല്ലാ പേരൻസും ആ ക്യാമ്പിൽ പങ്കെടുക്കും, അധ്യാപകരും എല്ലാ അധ്യാപകരും അതിൽ പങ്കെടുക്കുന്നു. ഇനി നമ്മൾ GRC ഉണ്ട്, ജെൻഡർ റിസോഴ്സ് സെൻറ്റർ ഉണ്ട് അവിടെ. അപ്പോൾ GRCWS അവരും ഉണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി കൗൺസിലറുണ്ട്. അപ്പോൾ അവരെ വെച്ച് നമ്മൾ സ്കൂൾ തലങ്ങളിൽ കുട്ടികൾക്ക് ഓരോ മാസവും ക്യാമ്പ് വെച്ചിട്ട് പരിശീലനം നൽകുകയാണ്. അപ്പോൾ അത്തരം കുറേ പിന്നെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയും നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികൾക്കും, കാരണം ബാലസഭ സംഘാടനം, പിന്നെ മാനത്തോളം എന്നൊരു പരിപാടിയുണ്ട്, നമ്മുടെ MLAയുടെ ഒരു പദ്ധതിയാണ്. പക്ഷെ നമ്മളത് പദ്ധതി വെച്ചിട്ടാണ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം, കാരണം കുട്ടികൾക്ക് ഏത് പ്രശ്നം വന്നാലും അതിജീവിക്കാനുള്ള ഒരു ശക്തി പകരലാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞപ്പോൾ രാവിലെ ട്യൂഷൻ, പകൽ സ്കൂള്, വൈകുന്നേരം വന്ന ട്യൂഷൻ, പിന്നെ അവർക്ക് യാതൊരു ടച്ചും ഇല്ല അടുത്തൊരു വീടായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ്, ഇപ്പോൾ നമ്മൾ അതിന് 1 ലക്ഷം 2 ലക്ഷമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവർക്കൊരു 4 ദിവസമോ 10 ദിവസമോ ക്യാമ്പ് നടത്തി അവരുടെ ഉള്ളിലുള്ള എല്ലാ ശാരീരിക മാനസിക കഴിവുകളും പ്രകടിപ്പിക്കാൻ, ചിലപ്പോൾ പന കയറാനാവും പഠിപ്പിക്കാൻ, നല്ല രസമുള്ളൊരു പദ്ധതിയാണത്.
വരുന്നത്. അപ്പോൾ അവർക്ക് പന കയറാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കും. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും പണ്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുക. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് നീന്തൽ പഠിക്കാനുള്ള പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ കരാട്ടെ യോഗ, നമ്മുടെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് കരാട്ടെ യോഗ പരിശീലനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ത്രീകളുടെ ഒരു സമഗ്ര വികസനത്തിന് വേണ്ടി പിന്നെ അവിടെ ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി നടത്തിയതാണ്. അങ്ങനെ നമ്മൾ സമദർശിത എന്ന പുസ്തകം പ്രകാശിപ്പിക്കുകയും അതിൽ കണ്ടെത്തിയ ന്യൂനതകൾക്കനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ പദ്ധതികൾ വയ്ക്കുന്നത്. പിന്നെ സ്ത്രീയും തൊഴിലും എന്നുള്ള ആ ഒരു പഠനം നമ്മൾ കഴിഞ്ഞു. അങ്ങനെ സ്ത്രീകളുടെ ഒരു സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നമ്മളിപ്പോൾ വെക്കാറ്. അല്ലാതെ നമ്മൾ പണ്ട് ഇങ്ങനെ മൃഗസംരക്ഷണ വകുപ്പിൽ എല്ലാവരും ഇപ്പോൾ വനിതാ കോഴി അല്ലെങ്കിൽ വനിതാ മുട്ടക്കോഴി അല്ലെങ്കിൽ വനിതാ പച്ചക്കറി അങ്ങനെയാണ് വെച്ചത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മൾ എല്ലാം ഇത്തരം പ്രോജക്റ്റുകളാണ്. കാരണം സമഗ്രമായി ഗുണഭോക്താക്കളെ എല്ലാ സ്ത്രീകൾക്കും കിട്ടുന്ന ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്ത നിവാരണത്തിന് വേണ്ടി ഇപ്പോൾ ദുരന്ത സാധ്യതാ മേഖലയാണ് പഞ്ചായത്ത്, അങ്ങനെയാണ് ഉണ്ട്. നമ്മുടെ 2018 പ്രളയം ആദ്യമായിട്ടൊരു ദുരന്തം വന്ന് അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കരിമ്പുഴ സൈഡിലാണ് നമ്മുടെ പഞ്ചായത്ത്. അപ്പോൾ അന്നൊരു 10 വീട്ടിൽ വെള്ളം കയറി. നമ്മൾ അതൊരു അനുഭവമാക്കി എടുത്തുകൊണ്ട് നമ്മൾ അന്ന് RRT, പിന്നെ കോവിഡ് വന്നു, അതൊരു ദുരന്തമായി. അപ്പോൾ നമ്മൾ ഈ RRT വാളണ്ടിയേഴ്സ് അവരുടെ ഇടയ്ക്ക് പരിശീലനം നൽകിക്കൊണ്ട് ഫസ്റ്റ് എയ്ഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, കാരണം ഒരു കുട്ടിക്കൊരു ദുരന്തം വന്നാലും നമുക്ക് പിന്നെ ട്രോമ കെയർ എന്ന സംവിധാനം ഉണ്ട്. അത് 2 പഞ്ചായത്ത്, കരിമ്പുഴ നമ്മുടെ പഞ്ചായത്തും കൂടിയാണ് ട്രോമ കെയർ എന്ന സംവിധാനവും. അപ്പോൾ അതിനുള്ള RRT വാളണ്ടിയേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. പിന്നെ ദുരന്ത നിവാരണ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എന്താണ് മുൻകരുതൽ എടുക്കേണ്ടതെന്നുള്ള ആ ഒരു പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പദ്ധതി രൂപീകരിക്കൽ. അപ്പോൾ ഇനി നമ്മൾ എന്താ വെച്ചാൽ ഈ കരിമ്പുഴയിൽ കുറേ കുട്ടികൾ വീണ് മരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ബോട്ടില്ല. കാരണം ട്രോമ കെയർ വന്നാലും മുങ്ങി എവിടുന്നെങ്കിലും ബോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ബോട്ടിന് വേണ്ടിയിട്ടാണ് പദ്ധതി വയ്ക്കാൻ പോണത് 25-26 അപ്പോൾ 2 ബോട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു സൗകര്യമായി. അതിനുള്ള ഉപകരണങ്ങളും, കാരണം സുരക്ഷാ ഉപകരണങ്ങളും വേണം കൂടുതൽ. അപ്പോൾ അതിനുള്ള പദ്ധതിയും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദുരന്തം ഇങ്ങനെ ഒരു പ്രളയത്തിൽ മാത്രമാണ് ഒരു ദുരന്തം ഉണ്ടായിട്ട്. പിന്നെ ഇപ്പോൾ മറ്റ് കാട്ടുതീ പോലെയുള്ള ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാവാം. അതൊക്കെ പിന്നെ ഫയർഫോഴ്സ് വെച്ചിട്ടും പിന്നെ അതിനുള്ള സന്നദ്ധ സേന ടീം അംഗങ്ങളുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നാളെ എൻ്റെ വാർഡിൽ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച 4 ഏക്കറോളം തീ കത്തലുണ്ടായി. അപ്പോൾ അവിടെയുള്ള പിന്നെ പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുമാണ്. ഞാൻ ചെന്നപ്പോഴേക്ക് തന്നെ വലിയ കത്തലാണത്. അപ്പോഴേക്കന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും അവരത് കെടുത്താനുള്ളൊരു സന്നദ്ധ സേവാ ടീം അംഗങ്ങളുണ്ട് അവിടെ, വാളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ വാളണ്ടിയേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. കാരണം നമുക്ക് ഒരാൾക്കോ അല്ലെങ്കിൽ ഫയർഫോഴ്സ് വരുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ കോവിഡ് കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ RRT വാളണ്ടിയേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഏത് ദുരന്തം വന്നാലും അങ്ങനെ നല്ല മനസ്സുള്ള RRT സന്നദ്ധ സേവാ പ്രവർത്തകരുണ്ട് അവിടെ. അപ്പോൾ അവരെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അത്? നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ മാർച്ച് 31 സീറോ വേസ്റ്റ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞത് കുറേ കാലങ്ങളായി, ഒരു 8 വർഷത്തോളമായി നമ്മൾ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലാണ്. ഹരിതകർമ്മസേന വഴി നമ്മൾ അജൈവ മാലിന്യങ്ങൾ നമ്മൾ ശേഖരിക്കുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ കുറേ പദ്ധതികൾ, കാരണം എല്ലാ വീടുകളിലും ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ബയോബിന് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് നമ്മൾ ബയോബിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാത്ത വീടുകളിൽ അവർ സോക്ക് പിറ്റും മറ്റുള്ള ജൈവ കമ്പോസ്റ്റ് രീതികളും നടത്തി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ തെരുവോരങ്ങളിലെല്ലാം 6 സ്നേഹാരാമങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇപ്പോൾ തെരുവോരങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കിയിരിക്കുകയാണ്. എന്നാൽ പോലും നമുക്ക് പൂരങ്ങൾ വരുമ്പോൾ ഹരിതപൂരമാണ് നടത്തുന്നത്. അപ്പോൾ 3 പൂരം അവിടെ നടത്തി ഹരിതപൂരമാണ്. പക്ഷേ ഹരിതപൂരം നടത്തുമ്പോഴും നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം എത്രയൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ 1000-കണക്കിന് ജനങ്ങളാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഒരു ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ ആഘോഷിക്കുന്ന പോലെയല്ല ജനങ്ങൾ പൂരമാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. കാരണം സംസ്ഥാനത്തു നിന്നും ദേശീയത്തു നിന്നൊക്കെ ആളുകൾ പൂരത്തിന് വരും. അപ്പോൾ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഹരിതകർമ്മസേന 28 പേരും ആ പൂരത്തിന് 4 ദിവസം മുമ്പേ അവിടെ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യും. നോട്ടീസ് കൊടുക്കലും ഓരോ കടക്കാരെയും നമ്മൾ ടെസ്റ്റുകൾ നടത്തും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെയാണെങ്കിൽ പോലും പിറ്റേ ദിവസം നമ്മൾ ഹരിതകർമ്മസേന ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതെല്ലാം പ്ലാസ്റ്റിക്കുകൾ വൃത്തിയാക്കുന്നത്. പിന്നെ കൂടാതെ നമ്മളുടെ ഇൻസ്പെക്ഷൻ ടീം
ഒരു ദിവസം 1 or 2 പോകുന്നുണ്ട്. HI ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ 5 അംഗ സംഘം എല്ലാ കടകളിലും പോയിട്ട് നമ്മുടെ ഈ ഹരിത സ്ഥാപനങ്ങളാക്കുന്നതിനും ഹരിത വിദ്യാലയങ്ങളാക്കുന്നതിനും ഹരിത അയൽക്കൂട്ടങ്ങളും അതെല്ലാം ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ 10-ാം തീയതിക്ക് ശേഷം ഇത് വീണ്ടും ഇൻസ്പെക്ഷൻ ചെയ്ത് അവരുടെ മികച്ച സ്ഥാപനങ്ങളാക്കി മാറ്റിയാണ്. ഹരിത പ്രോട്ടോക്കോളൊക്കെ ഉപയോഗിച്ച് ഹരിത സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും മികച്ച ഒരു 500-1000 ആൾ പങ്കെടുത്തുകൊണ്ട് എല്ലാ മികച്ച പ്രവർത്തനങ്ങളെയും ആദരിക്കുകയാണ്. അപ്പോൾ അതിലൊരു 10 ദിവസം കൂടി ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ലാസ്റ്റ് പണിയും കൂടിയുണ്ട്. അപ്പോൾ എല്ലാതും പക്ഷെ എന്നാൽ പോലും നമ്മൾ ജനങ്ങൾ ഇതിൽ എന്താ പറയാനുള്ളത് വെച്ചാൽ ജനങ്ങൾ ബോധവാന്മാരാവണം. നമ്മളിപ്പോൾ ക്യാമറകൾ സ്ഥാപിക്കുക, നമുക്ക് എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിക്കാൻ പറ്റില്ല. അപ്പോൾ ജനം സ്വയം മുന്നോട്ട് വന്നാൽ മാത്രമാണ്. കാരണം അവരൊരു പേപ്പർ പോലും നിരത്തിലിടാത്തൊരു സംസ്കാരത്തിലേക്ക് വരണം. ഇപ്പം നമ്മൾ സിംഗപ്പൂർ പോലത്തെയൊക്കെ ഒരു സംസ്ഥാനത്ത് പോയാൽ അവിടെയൊക്കെ എന്താ വെച്ചാൽ ഒരു പേപ്പർ കഷ്ണം പോലും പുറത്തിടാത്ത, ഇപ്പോൾ സുൽത്താൻ ബത്തേരി, നമ്മുടെ ഇവിടെ തന്നെയാണ് സുൽത്താൻ ബത്തേരി, 500 രൂപ ഫൈനാണ്. അപ്പോൾ അറിയാതെ പോലും ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു വയസ്സായ ആളോ അവിടെ ഒന്നും ഇടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വളർന്നാൽ മാത്രമേ, നമ്മുടെ സമൂഹം വളർന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഇപ്പം നമ്മൾ പോയി അന്വേഷിക്കുകയും ഇപ്പം എനിക്കൊക്കെ അനുഭവമാണ്. എൻ്റെ വാർഡിൽ തന്നെ നമ്മൾ തെരുവോരൊക്കെ വൃത്തിയാക്കും, പിറ്റേ ദിവസം അവർ 2 ചാക്ക് അവിടെ കൊടുന്നിടും. നമ്മുടെ പഞ്ചായത്തിലെ അല്ലായിരിക്കാം, പക്ഷേ വേറെ പഞ്ചായത്തിൽ നിന്ന് എവിടെന്നെങ്കിലും വരുന്നവർ രാവിലെ നടക്കാൻ വരുമ്പോഴോ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അപ്പം നമ്മൾ സ്വയം ജനങ്ങൾ ആ ഒരു സംസ്കാര രീതിയിലേക്ക്, ഇപ്പം ഞാനൊക്കെ ഒരു മിഠായി എവിടെന്നെങ്കിലും കിട്ടിയാൽ നമ്മൾ ആ കടലാസ് എവിടെ ഇടില്ല, നമ്മുടെ ബാഗിലിടുക. നമ്മൾ എപ്പോഴാണോ വീട്ടിലെത്തുന്നത് അപ്പം അങ്ങനെ ഒരു അപ്പം നമ്മൾ അതിന് ഹരിതസഭ, കുട്ടികളുടെ സഭകൾ കൂടി എല്ലാ സ്കൂളിലും, പഞ്ചായത്ത് തലത്തിൽ ഒന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ സ്കൂൾ തലങ്ങളിൽ പോയി ഹരിതസഭകൾ കൂടി അവിടുത്തെ എല്ലാ കുട്ടികൾക്കും ക്വസ്റ്റ്യനെയറൊക്കെ ഉണ്ടാക്കി അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം പഞ്ചായത്ത് സ്ഥിരമായി ഒരു 10 പേരെ തൊഴിലാളികളെ വെച്ചുകൂടെ എന്നാണ് ചോദ്യം. കാരണം എല്ലായിടത്തും വൃത്തിയാക്കുക. അപ്പോൾ ആ കുഞ്ഞു മനസ്സിലും കൂടി അതുണ്ട്, ഈ വൃത്തികേട് എത്രത്തോളം ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ കുട്ടികൾ മുഖാന്തരം വീടുകളിൽ, കാരണം ഏറ്റവും അധികം വീടുകളിൽ നിന്നാണ് ഇത് വേണ്ടത്. കാരണം വീട്ടിൽ നിന്നാണല്ലോ എല്ലാവരും പുറത്തേക്ക് പോകണത്. അപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി അത് നമ്മളുടെ പൊതുസമൂഹത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് 100% മാലിന്യ സംസ്കരണം നടപടികൾ നമുക്ക് മാറ്റാൻ സാധിക്കൂ. എന്തായാലും സീറോ വേസ്റ്റ് പഞ്ചായത്ത് എന്തായാലും മാർച്ച് 31 തന്നെ പ്രഖ്യാപിക്കും. അതിൻ്റെ മേൽനോട്ട പണികൾ മാത്രമേ ബാക്കിയല്ല. പിന്നെ മികച്ച ഭവനങ്ങൾ, കാരണം നമ്മൾ ഒരു റിയാലിറ്റി ഷോ ഒക്കെ ഇതിന് മുൻപ് നടത്തിയിട്ടുണ്ട്, ഏറ്റവും മികച്ച ഹരിത ഭവനങ്ങളെ. കാരണം ഒരു വാർഡിൽ നിന്ന് 10 വീടുകളെ തിരഞ്ഞെടുക്കും നമ്മൾ ഇൻസ്പെക്ഷനിലൂടെ. അങ്ങനെ 140 വീടുകളിൽ നിന്ന് ഒരു 10 വീടുകളെ ഏറ്റവും നന്നായി, കാരണം ഒരു കരിയില പോലും കത്തിക്കാത്ത വീടുകളെ, അങ്ങനെയാണ്. പിന്നെ എല്ലാതും 3 തരം, നമ്മളെ ജൈവ വേസ്റ്റുകളായാലും അജൈവ വേസ്റ്റുകളായാലും പേപ്പറായാലും പ്ലാസ്റ്റിക് ആയാലും ഒക്കെ തരം തിരിച്ച് കൃത്യമായി സംസ്കരണം നടത്തുന്ന ഒരു 10 വീട്ടുകാരെ നമ്മൾ തരാം. അപ്പോൾ അത് മറ്റുള്ള വീടുകളിലേക്ക് ഒരു പ്രചോദനമാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് തുടർന്നു വരുന്നത്? ആരോഗ്യ മേഖല നമ്മുടെ സംസ്ഥാന സർക്കാരിനെ, കഴിഞ്ഞ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ 4 മിഷനുകൾ വന്നു ആർദ്ര മിഷൻ്റെ പേരിലും. അപ്പോൾ ഈ ആർദ്ര മിഷൻ്റെ പേരിലാണ് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ, കാരണം ആരോഗ്യ കേരള പുരസ്കാരം, കായകൽപ്പ് പുരസ്കാരം, NQS ഒക്കെ കിട്ടിയൊരു പഞ്ചായത്താണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ശക്തമായൊരു അടിത്തറ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ, നമ്മുടെ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ പോലും ഹോസ്പിറ്റൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. കാരണം ഒരു പഞ്ചായത്ത് മാത്രമല്ല, വെള്ളിനേഴി, പൂക്കോട്ടാവ്, തച്ചനാട്ടുകര, കരിമ്പുഴ, നമ്മുടെ പഞ്ചായത്ത് 5 പഞ്ചായത്തിൽ നിന്നും ആളുകൾ വരും. അപ്പോൾ ഒരു ദിവസം ഉച്ചവരെ 250 OP വരും, ചിലപ്പോൾ വൈകുന്നേരം 400 ഒക്കെ വരും. അങ്ങനെ വരുമ്പോൾ അപ്പോൾ ആർദ്ര മിഷൻ വന്നതോടുകൂടി നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പ്രതിച്ഛായ ആകെ മാറി. കാരണം പണ്ടുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആദ്യം കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നപ്പോൾ നമ്മൾക്ക് നമ്മുടെ പഞ്ചായത്തിലെ FHCയിൽ കിടത്തി ചികിത്സ വേണ്ടാന്നുള്ള ഗവൺമെൻറ് പോളിസിയാണ്. അപ്പോൾ നമ്മൾ അതിൽ 4 ഡോക്ടറെ, കാരണം 3 ഗവൺമെൻറ് ഡോക്ടറും 1 ഡോക്ടർ നമ്മളും വെച്ചതാണ്. അങ്ങനെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ OP ആയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു 4 ഡോക്ടർമാരെയും കൊണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ല മികച്ച സേവനം ജനങ്ങൾക്ക് കൊടുക്കാനും, പിന്നെ സബ് സെൻ്ററുകൾ 5 എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊക്കെ മികച്ച രീതിയിലുള്ള കെട്ടിടങ്ങളും ഇപ്പോൾ നവീകരിച്ച ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളാണ്. അതെല്ലാം വെൽനസ് സെൻ്ററുകളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ വാർഡിലും വാർഡ് ശുചിത്വ കമ്മിറ്റികൾ എല്ലാ മാസവും ചേരും. അപ്പോൾ ആ വാർഡിലുള്ള പിന്നെ ആശമാരെ, ഏറ്റവും കൂടുതൽ നല്ലൊരു സർവീസ് ആശമാരാണ്. അപ്പോൾ നമ്മൾ ആ വാർഡ് ശുചിത്വ കമ്മിറ്റിയിൽ ആ വാർഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാ മാസവും അവലോകനം ചെയ്യും. അപ്പോൾ നമ്മൾ ഏത് രോഗം
പെട്ടെന്ന് വന്നാലും ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളായാലും മറ്റുള്ള പകർച്ചവ്യാധി രോഗങ്ങളായാലും ആ ഒരു മാസം അവിടെ റിപ്പോർട്ട് ചെയ്യും. അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളും ചെയ്യും. പിന്നെ ആ വാർഡ് ശുചിത്വ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ മാലിന്യ ശുചിത്വ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. എവിടെയെങ്കിലും കുറച്ച് കുന്നുകൂടിയ സംഭവം പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ തീരുമാനം എടുത്ത് എല്ലാ ജനകീയ കൂട്ടായ്മയിലൂടെ നമ്മളത് പരിഹരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ വാർഡ് ശുചിത്വ കമ്മിറ്റി, പഞ്ചായത്ത് തല ശുചിത്വ കമ്മിറ്റി, പിന്നെ നമ്മൾ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് പോലത്തെ ഇപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ക്യാൻസർ നിർണയ ക്യാമ്പുകൾ വന്നത്. ഇത് വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അതിൻ്റെ സ്ക്രീനിങ്ങും നടത്തി അതിലുള്ള നമ്മൾ ഗവൺമെൻറ്റിക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ത്രീകളിലുള്ള അത് പ്രത്യേക പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ അതാത് സമയത്ത് നമുക്ക് ആ അസുഖങ്ങളെല്ലാം ക്രമീകരിക്കാൻ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഒരു 20 വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് ക്യാൻസറുള്ള കുടുംബമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സർവേ നടത്താനാണ് ഇപ്പോഴും നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു സർവേ നടത്തി എന്തുകൊണ്ടാണ് ഇത് എന്നുള്ള നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇതൊരു ബാധകമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഗംഗാധരൻ ഡോക്ടർ ഇടയിൽ വന്നിട്ട് നമുക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. അങ്ങനെ എല്ലാ മാസവും പിന്നെ പാലിയേറ്റീവ് സംവിധാനം ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ, കാരണം പാലിയേറ്റീവ് സംവിധാനം പറയുമ്പോൾ 12 വർഷമായി നമ്മൾ. അപ്പോൾ ഓരോ വർഷവും നമ്മൾ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ എത്ര കൊല്ലാണ് ഇപ്പോൾ 12ാമത്തെ വർഷം കഴിഞ്ഞ് 12 പരിപാടികൾ വയ്ക്കും. 12 മാസം പരിപാടികൾ വയ്ക്കും. അപ്പോൾ അതിലെല്ലാ മാസവും നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും പിന്നെ സ്നേഹസ്പർശ യൂണിറ്റിലൂടെ ഇവർക്ക് എല്ലാവർക്കും ഓണത്തിനായാലും കിറ്റ് കൊടുക്കുക, കുട്ടികൾക്ക് പഠനോപകരണം കൊടുക്കുക. പിന്നെ നമ്മുടെ 3 മെഡിക്കൽ ഓഫീസർമാർ സംയുക്തമായിട്ടാണ് ഹോം കെയർ നടത്തുന്നത്. ഒരാഴ്ച ആയുർവേദ ഡോക്ടർ, ഒരാഴ്ച പിന്നെ അലോപ്പതി, ഒരാഴ്ച ഹോമിയോ. അങ്ങനെ 3 മെഡിക്കൽ ഓഫീസർമാരും മാസത്തിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തായാലും സന്ദർശിക്കും. അപ്പോൾ അത് നമ്മൾ കോവിഡ് കാലത്ത് തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ യോഗ ക്ലബ്ബുകൾ, എല്ലാ വാർഡിലും യോഗ ക്ലബ്ബുകൾ ആരംഭിച്ചിട്ടുണ്ട്. യോഗ ഡോക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചകർമ്മ ഡോക്ടർ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സംയുക്ത പ്രവർത്തനങ്ങൾ കൊണ്ട്, കാരണം 3 സംയുക്ത സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും കൊണ്ട് നമുക്ക് ജനങ്ങളുടെ ആരോഗ്യം വളരെ അധികം മെച്ചപ്പെട്ട നിലയിലാണ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നത്. അടുത്തതായി ടൂറിസം മേഖലയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ടൂറിസം മേഖല നമുക്ക് കുറവാണ്. കാരണം പുഴ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെന്താ വെച്ചാൽ ഈ പുഴയിലൊരു തടയണയാണ് നമ്മൾ ഒരു ലക്ഷ്യം വെച്ചിരുന്നത്. അത് കുറേ കാലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ്, പിന്നെ മുണ്ടോർശി തടയണ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഗവൺമെൻറ്റിൻ്റെ സാക്ഷനിലുള്ളൊരു കാര്യമാണ്. 3.5 കോടി പാസ്സായിരിക്കുകയാണ്. പക്ഷെ അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പം നമ്മളുടെ ഒരു രീതിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹാപ്പിനെസ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, നമ്മൾ പുഴയോരത്ത് രണ്ടിനും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാപ്പിനെസ് പാർക്കും ചിൽഡ്രൻസ് പാർക്കും ഈ വർഷം നമ്മൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ അടുത്ത വർഷം അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് ഫണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പുഴയോരമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ പുഴയോരം നമ്മൾ നമ്മുടെ സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെയാണ് ഈ 2 പാർക്കുകളും നടക്കുന്നത്. പിന്നെ നമുക്ക് വലിയൊരു സാധ്യതയാണ് മുണ്ടോർശി തടയണ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബോട്ടിങ്ങും മറ്റുള്ള ടൂറിസം വകുപ്പുകളും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചിൽഡ്രൻസ് പാർക്ക് അവിടെ ഉണ്ട്, ബാപ്പുജി പാർക്ക്. നമ്മുടെ ഗാന്ധിജി സ്പർശിച്ച സ്ഥലമാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. അപ്പോൾ അതിലാണ് ബാപ്പുജി പാർക്ക് നിലവിലുണ്ട്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതിൽ നമ്മൾ പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ പഞ്ചായത്തിൻ്റെ നേരിട്ടുള്ളതല്ല, ടൂറിസം വകുപ്പിൻ്റെയാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യേണ്ട അവരോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഹാപ്പിനെസ്സും ചിൽഡ്രൻസ് പാർക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഭാവി പ്രവർത്തനങ്ങളിലേക്ക് ഹാപ്പിനെസ് പാർക്കും വരും. ഭാവി പ്രവർത്തനങ്ങൾ ഒന്ന് ടൂറിസം മേഖലയിൽ 2 പാർക്കുകളാണ്. പിന്നെ മുണ്ടോർശി തടയണയാണ്. പിന്നെ നമ്മൾ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്, അതിൻ്റെ കുറേ പ്രവർത്തനം, ജൈവ വൈവിധ്യ പിന്നെ പ്രവർത്തനങ്ങളും അത് ശക്തമാക്കും. അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ തരിശുരഹിത പഞ്ചായത്തും ഏറ്റവും കൂടുതൽ കർഷകരുള്ളതാണ്. ജൈവ വൈവിധ്യ, അതായത് ജൈവ കർഷകരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ജൈവമായിട്ട് നമ്മളുടെ എല്ലാ വീടുകളിലും നമുക്ക് അത്യാവശ്യമുള്ളത്. കാരണം അപ്പോൾ ഞാനൊന്നും അധികം പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഗുണങ്ങളുള്ളത്. ഇപ്പോൾ ഇന്നേ വരെ എനിക്ക് ഒരു അസുഖമില്ല, ജീവിതശൈലി രോഗങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇതും പിന്നെ യോഗ, എല്ലാ വീടുകളിലും യോഗ കൃത്യമായിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. കാരണം അതും കൂടി നമ്മുടെ മികച്ച ആരോഗ്യത്തിന് വേണം. യോഗ എല്ലാവരും കൃത്യമായിട്ട് പാലിക്കുകയും ഈ ജൈവ പച്ചക്കറിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ നമുക്ക് ഈ ആരോഗ്യം സംരക്ഷിക്കാനും നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്തിന്, കാരണം ആരോഗ്യമുള്ള ആളുകളുണ്ടെങ്കിലേ നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെ ഒരു സമാധാനപരമായൊരു പഞ്ചായത്താണ് അവിടെ. അപ്പോൾ അധികം കാർഷിക മേഖലയ്ക്കും
ടൂറിസം മേഖലയിലേക്കുമാണ് നമ്മൾ പദ്ധതികൾ വയ്ക്കുന്നത്. പിന്നെ സ്ത്രീ സൗഹൃദ, കാരണം ജെൻഡർ സൗഹൃദ പരിപാടികളും, കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളും പെൺകുട്ടികളും, കാരണം അവരുടെ സംരക്ഷണം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമ്മൾ നടപ്പിലാക്കും. പിന്നെ വയോസൗഹൃദമൊക്കെയാണ് അവിടെ, വയോജന സൗഹൃദ പദ്ധതികളെല്ലാം. കാരണം നമ്മൾ മിനിമം ഗവൺമെൻറ് ഗൈഡ് ലൈൻ പറയുന്ന അതിനെക്കാട്ടിലും കൂടുതൽ വയ്ക്കുന്നൊരു പഞ്ചായത്ത്. ഇപ്പോൾ 5% വയോജനങ്ങൾക്കാണെങ്കിൽ നമ്മൾ 10% വയ്ക്കുന്നൊരു പഞ്ചായത്താണ്. അപ്പോൾ വയോജന സംഗമങ്ങൾ, വയോജന പിന്നെ പാർക്കുകൾ, പാർക്ക് ഉണ്ട് അവിടെ, വയോജന പാർക്ക്, പിന്നെ പകൽ വീടുണ്ട്. അപ്പോൾ പിന്നെ ഹരിതകർമ്മസേന, നമ്മുടെ മാലിന്യ സംസ്കരണ ഉപാധികളും അതാണ് ഏറ്റവും കൂടുതൽ. കാരണം ഹരിതകർമ്മസേനക്കാർക്കൊക്കെ കാരണം ഒരു മാസം ഒരു 15,000 to 25,000 വരെയുള്ള വരുമാനം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യൽ. കാരണം സംരംഭങ്ങളടക്കം ഇപ്പോൾ കഴിഞ്ഞ മാസം അവർക്ക് ഈ മാസം കളക്ഷൻ 3,25,000. അപ്പോൾ അതൊരു 5 ലക്ഷം ആക്കി മാറ്റാനാണ് ഇന്നലത്തെ ഒരു റിവ്യൂ യോഗത്തിൽ തീരുമാനിച്ചത്. അപ്പോൾ സമഗ്രമായ എല്ലാ വിഭാഗം ജനങ്ങളിൽ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും. അപ്പോൾ ഇത്രയും നേരം പഞ്ചായത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് തദ്ദേശകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും.